പുഴയും കടന്നിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. തിരുവനന്തപുരത്തേക്ക് താമസം മാറുന്നതിനെ വിനീത് എതിർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും താൻ പോവുമെന്ന് ഗംഗ ഉറപ്പിച്ചു പറയുക. പുഷ്പവാടിയിൽ നല്ല കാറ്റടിക്കുന്നു, മഴ പെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് എന്റെ അനിയത്തിയുടെ ഓപ്പറേഷൻ നടത്താതിരിക്കാൻ പറ്റില്ല. വിനീതേട്ടൻ ഇവിടെ മഞ്ഞും മഴയും എല്ലാം കെട്ടിപ്പിടിച്ചോണ്ടിരുന്നു എന്ന് പറഞ്ഞവൾ ദേഷ്യത്തോടെ മുഖം വെറുപ്പിച്ച് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകും. അല്ല ഗംഗെ, ഞാനും വരാം തിരുവനന്തപുരത്തേക്ക് എന്ന് വിനീതും വിളിച്ചു പറയുന്നുണ്ട്. നിളയുടെ ഓപ്പറേഷൻ നടത്തണ്ടെന്ന് ആര് പറഞ്ഞു? ഇതാണ് പ്രശ്നം. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനെ പിണങ്ങിക്കളയും എന്ന് പറഞ്ഞ് ടെൻഷനോടെ നിൽപ്പാ വിനീതും. അവിടെ പോലീസ് സ്റ്റേഷനിൽ ചാരുലതയെ കാണാനായി കാവേരി എത്തുകയാണ്. എന്താ മേഡം വിളിപ്പിച്ചെന്ന് കാവേരി ചോദിക്കേ. കാവേരിക്ക് ഒരു സർപ്രൈസ് തരാനായിരുന്നു. പക്ഷേ കാവേരിയുടെ മുഖം കണ്ടിട്ടേ എനിക്കൊന്നും തോന്നുന്നില്ല. ഇങ്ങനെ ചൊടിയും ചുണയും ഇല്ലാത്ത ഒരാൾക്ക് ഞാൻ എങ്ങനെയാ സർപ്രൈസ് തരുന്നേ എന്ന് ചാരുലത ചോദിക്കേ. എന്റെ എല്ലാ ശ്രമങ്ങളും പാഴായി പോയില്ലേ മേഡം? ജയപാലിനെ പോലൊരു ഫ്രോഡിനോട് എനിക്ക് പൊരുതി ജയിക്കാൻ പറ്റില്ലെന്ന് അമ്മയടക്കമുള്ളവർ എനിക്ക് മുന്നറിയിപ്പ് തന്നിട്ടുള്ളത്. നേരായ വഴിയിലാ അച്ഛൻ എന്നെ വളർത്തിയത്. ചതിയും വഞ്ചനയും ഒന്നും ശീലിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ തോറ്റുപോയി മേഡം. എന്റെ നിളയുടെ ഓപ്പറേഷന് വേണ്ടി പോലും ഇപ്പോ ആർക്കെങ്കിലും മുന്നിൽ കൈ നീട്ടേണ്ട അവസ്ഥയാ എന്നവൾ സങ്കടത്തോടെ പറയേ. അങ്ങനെ നിരാശപ്പെടാതെടോ. എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചു കഴിയുമ്പോൾ എന്തെങ്കിലും പൊട്ടും പൊടിയുമൊക്കെ അവശേഷിക്കില്ലേ എന്ന് ചാരുവും ചോദിക്കുന്നുണ്ട്. എന്ത് പൊട്ടും പൊടിയും മേഡം എന്നവൾ സംശയത്തോടെ ചോദിക്കേ. ദാ ഇതുപോലെ ചിലത് എന്നൊരു കവർ എടുത്തുകൊണ്ട് മേഡം പറയുന്നുണ്ട്. എന്താ ഇത് മേഡം എന്ന് കാവേരി ചോദിക്കേ. തുറന്നു നോക്കെന്ന് പറഞ്ഞ് മേഡം അത് അവളുടെ കയ്യിലേക്ക് കൊടുക്കേ. അവൾ അത് വാങ്ങി തുറന്നു നോക്കുമ്പോഴേക്കും തന്റെ കാണാതെ പോയ മൊബൈലും ഡയറിയും അതിനകത്തുണ്ടായിരുന്നു. അവൾ സന്തോഷത്തോടെ അത് പുറത്തെടുത്ത് അച്ഛന്റെ ഡയറിയും ഫോണും ഇത് എങ്ങനെ മേഡം എന്ന് ചോദിക്കേ. പറയാം. ഇത് എവിടെ വെച്ചാ മിസ്സായതെന്ന് ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് മേഡം ചോദിക്കേ. ഇല്ല മേഡം എന്ന് കാവേരിയും. ശരിക്കും ഒന്ന് ഓർമ്മിച്ചു നോക്കിയേ എന്ന് മേഡം പറയുമ്പോഴേക്കും കാവേരി ആലോചനയോടെ നിൽക്കുകയാണ്. അപ്പോഴാണ് മേഡം കോളിംഗ് ബെല്ലടിക്കുമ്പോഴേക്കും ഒരു പോലീസുകാരൻ അകത്തേക്ക് കയറി വരുന്നത്. അവൻ ഇങ്ങ് കൊണ്ടുപോയെന്ന് പറയേ. ശരി മേഡം എന്ന് പറഞ്ഞ് അയാൾ അവിടുന്ന് പോകുക. വീട്ടിൽ നിന്ന് ഞാനിത് ബാഗിൽ എടുത്തു വെച്ചത് നല്ല ഓർമ്മയുണ്ടെന്ന് കാവേരി പറയേ. എന്നിട്ട് വണ്ടിയിൽ പൂട്ടി വെച്ചല്ലേ എന്ന് ചാരുലത ചോദിക്കുന്നുണ്ട്. അതെ എന്ന് കാവേരി പറയേ. സ്റ്റേഷനിൽ ഇറങ്ങും മുമ്പ് വണ്ടി ഇടയ്ക്ക് എവിടെയെങ്കിലും നിർത്തി കയറിപ്പോയതായി ഓർമ്മയുണ്ടോ എന്ന് മേഡം ചോദിക്കേ. കാവേരി അക്കാര്യം ഓർത്തെടുത്ത് അത് വിനീതേട്ടന്റെ കടയ്ക്ക് താഴെ നിർത്തി മേഡം. എന്നിട്ട് ഞാനും ഗംഗേച്ചിയും വിനീതേട്ടനെ കൂട്ടാൻ വേണ്ടി മുകളിലോട്ട് പോയി എന്നവൾ പറയുമ്പോഴേക്കും പ്രതിയെയും കൊണ്ട് പോലീസുകാർ അങ്ങോട്ട് എത്തുക. ഇവനെ കണ്ടതായിട്ട് ഓർമ്മയുണ്ടോ എന്ന് മാഡം ചോദിക്കുക. വിനീതേട്ടന്റെ കടയിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ പടയിലിരുന്ന് ചായ കുടിച്ചയാളെ കാവേരി ഓർത്തെടുക്കുകയാണ്. ഒരു ഞെട്ടലോടെ മാഡം ഇത് എന്നവൾ ചോദിക്കേ. ഇവനാണ് അവൻ. ഡയറിയും ഫോണും കാവേരിയുടെ സ്കൂട്ടറിൽ നിന്ന് അടിച്ചു മാറ്റിയവൻ എന്ന് മാഡം പറയേ. മാഡം ഈ പഴയ ഫോണും ഡയറിയും ഇവൻ എന്തിനാ എന്ന് കാവേരി ചോദിക്കുക. നേരത്തെ കാവേരി പറഞ്ഞില്ലേ അച്ഛൻ നേരായ വഴി മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ എന്ന്. ചിന്തിക്കുമ്പോഴെങ്കിലും അതൊന്ന് മാറ്റിപ്പിടിക്കും. കുറച്ചുകൂടി വളഞ്ഞ വഴിയൊക്കെ ആവാം. ഇവനെ ജയപാലിന്റെ ആളാ എന്ന് മാഡം പറയുന്നതിൽക്കെ അയാളെ ഒന്ന് ദേഷ്യത്തോടെ നോക്കി. മാഡം ജയപാലിനെ കൂടി പിടിച്ചകത്തിടാൻ ഈ തെളിവ് പോരെ എന്ന് കാവേരി ചോദിക്കുന്നു. അത് കേൾക്കെ മാഡവും അയാളെ ഇവിടുന്ന് കൊണ്ടുപോകാനായി പോലീസുകാരനോട് പറയുകയാണ്. അവർ പോയി കഴിയുമ്പോഴേക്കും ചാരുലത വീണ്ടും പറയുന്നുണ്ട്. ഒരു കാര്യവുമില്ലടോ, ഇതൊന്നും ജയപാലിനെതിരെയുള്ള തെളിവേ അല്ല. ഇവൻ കോടതിയിൽ മൊഴി മാറ്റും. ജയപാലൻ ആ വലയും മുറിക്കും. ആ മാന്യദേഹത്തിനെതിരെ കള്ളക്കേസ് ചുമത്തിയതിന് കോടതി വക പണിഷ്മെന്റ് കിട്ടാൻ എനിക്കും സാധ്യതയുണ്ട്. ഈ ഡയറിയും മൊബൈലും മാത്രം എടുക്കാനാ ജയപാലൻ ഇവനെ ഏൽപ്പിച്ചിരുന്നത്. പക്ഷേ അതിനുശേഷം ബോണസായി ഇവൻ ബസ് സ്റ്റോപ്പിൽ നിന്നിരുന്ന ഒരു സ്ത്രീയുടെ മാല കൂടി അങ്ങ് മോഷ്ടിച്ചു. നാട്ടുകാരെ കൈയോടെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. അതുകൊണ്ട് ഫോണും ഡയറിയും ജയപാലിന് കൈമാറാനുള്ള സാവകാശം ഇവന് കിട്ടിയില്ല എന്ന് മാഡം പറഞ്ഞു നിർത്തേ. കാവേരിയും താങ്ക്സ് മാഡം. പക്ഷെ ഇതുകൊണ്ടൊക്കെ ഇനി എന്നവൾ ടെൻഷനോടെ ചോദിക്കുന്നുണ്ട്. എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ആലോചിക്കാം എന്ന് മാഡവും പറയുന്നുണ്ട്. ബാങ്ക് മാനേജർ ജേക്കബും ശിവരാമൻ ചേട്ടനുമൊക്കെ തെളിവ് തരാൻ തയ്യാറായിരുന്നു മാഡം. പക്ഷേ എന്നവൾ പറയേ. എനിക്കറിയാം കാവേരി, ജയപാലൻ വില്ലനാണെന്ന് മനസ്സിലായിരുന്നു. പക്ഷേ ഇത്ര വലിയ വില്ലനാണെന്നൊന്നും കരുതിയില്ല എന്ന് മാഡം പറയേ. ഇനി എന്ത് ചെയ്യാൻ പറ്റും മാഡം എന്ന് കാവേരിയും ചോദിക്കും. ആലോചനയുടെ ഇരുന്ന ചാരുലതയും എഴുന്നേറ്റ് ചെന്ന് ജയപാലൻ നൽകിയ ആ വെഡിങ് കാർഡ് എടുത്തു നോക്കി. നിവിൻ ബെഡ്സ് രാഗിണി ഓൺ 29th മൺഡേ. ജയപാലൻ കല്യാണത്തിന് ക്ഷണിച്ചിട്ടുണ്ട്. നമുക്ക് ആ കല്യാണം ഒന്ന് ഉണ്ണണ്ടേ കാവേരി എന്ന് ചിരിയോടെ ചോദിച്ച് എന്തോ മനസ്സിലുറപ്പിച്ച് നിൽക്കിയ ചാരുലതയും കല്യാണത്തിനായി അലങ്കരിച്ച ജയപാലന്റെ വീട്ടിലേക്ക് അപ്പോഴേക്കും അതിഥികളെല്ലാം എത്തിത്തുടങ്ങിയിരുന്നു. വീട്ടിലേക്ക് വരുന്ന അതിഥികളെല്ലാം ജയപാലനും പ്രവീണയും സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ്. അപ്പോഴാണ് വിശാൽ അങ്ങോട്ട് വന്ന് അച്ഛാ പാചകക്കാർ വന്നിട്ടുണ്ട്, സാധനങ്ങൾ എവിടെ വെക്കാനാ പറയേണ്ടതെന്ന് ചോദിക്കുന്നു. ഡാപ്പുറകിൽ പന്തല് കെട്ടിക്കുമല്ലേ, അവിടെ കൊണ്ടുവയ്ക്കാൻ പറ എന്ന് ജയപാലൻ. ശരിയെന്ന് പറഞ്ഞ് വിശാൽ അവിടുന്ന് പോകുമ്പോഴേക്കും വന്ന അതിഥിയോടായി പ്രവീണ പറയുന്നുണ്ട്. ഇവിടെ കുറെ പെണ്ണുങ്ങൾ ഉള്ളതല്ലേ, നമ്മൾ തന്നെ വെച്ചുണ്ടാക്കാമെന്ന് പറഞ്ഞാൽ ജയപാലേട്ടന് പറ്റില്ലെന്ന്. അത് കേൾക്കെ ജയപാലനും പിന്നെ പെണ്ണുങ്ങളൊക്കെ ഇപ്പോ കല്യാണ ചടങ്ങുകൾക്കാ ഇതുപോലെ ഒത്തുകൂടുന്നത്. പിന്നെ ആ നേരത്തെ വല്ലതും വേണ്ടിയും പരദൂഷണം പറഞ്ഞുമൊക്കെ ഇരിക്കേണ്ടതിന് പകരം അവരെന്തിനാ തീയും പുകയും ഒക്കെ കൊള്ളുന്നതെന്ന് ജയപാലനും ചോദിക്കും.
അത് ജയപാലൻ പറഞ്ഞത് ന്യായമാണെന്ന് വന്ന അതിഥിയും പറയുക. അവരെ സ്വീകരിച്ചിരുത്തി ജയപാലൻ മുകളിലേക്ക് നോക്കുമ്പോഴാണ് അവിടെ കൂട്ടുകാരികളോടൊത്ത് സന്തോഷത്തോടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന രാഗിണിയെ കാണുന്നത്. ജയപാലനും സന്തോഷത്തോടെ മനസ്സ് നിറഞ്ഞ് മോളെ തന്നെ നോക്കി നിൽക്കുക. അവിടെ വിനീതിന്റെ കടയിലെത്തിയ ബേബി ചേട്ടൻ വിനീതിനോട് തിരുവനന്തപുരത്തെ വിശേഷങ്ങളെല്ലാം പങ്കുവയ്ക്കുകയാണ്. വിനീതെ, ഇവിടുന്ന് അങ്ങോട്ട് 10 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നിയമസഭ, പിന്നെ ഒരു 10 ചൂട് കൂടി നടന്നു കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റ് എന്ന് ബേബി ചേട്ടൻ പറയുന്നത് ശ്രദ്ധിച്ച് സലീമിക്കയും, പിന്നെ ഇവൻ തിരുവനന്തപുരത്ത് വീടെടുക്കുന്നത് രാവിലെ എഴുന്നേറ്റ് സെക്രട്ടേറിയറ്റിലും നിയമസഭയിലും പോവാനല്ലേ എന്ന് കളിയാക്കുന്നുണ്ട്. അത് കേട്ട് ബേബി ചേട്ടനും വിവരദോഷി, അത്രയ്ക്ക് സൗകര്യമുള്ള സ്ഥലമാണെന്നാ ഞാൻ പറഞ്ഞു വന്നത്. ആശുപത്രിയും പോലീസ് സ്റ്റേഷനും ഒക്കെ അടുത്തടുത്തല്ലേ. അത് കേട്ട് സലീമിക്കയും, പിന്നെ പുഷ്പവാടിയിലെ സെക്രട്ടേറിയറ്റിന്റെ അടുത്താണല്ലോ പോലീസ് സ്റ്റേഷൻ ഇരിക്കുന്നത്. എടാ, നീ തയ്ക്കുന്ന നൂലിന്റെ അത്രയും വിലയുള്ളൊരു സാധനം നിന്റെ തലയ്ക്കകത്തുണ്ടായിരുന്നെങ്കിലേ നീ എത്ര നന്നായനെ എന്ന് ബേബിച്ചേട്ടനും പറയുകയാ. അതികൾക്ക് വിനീതും, അത് പോട്ടെ ബേബിച്ചേട്ടാ, സലീമിക്കയ്ക്ക് ഇതിനെക്കുറിച്ച് എന്തറിയാം, വാടക എത്രയെന്നാ പറഞ്ഞെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. 10,000 രൂപ ഒരു മാസത്തെ കാശ് അഡ്വാൻസ് ആയിട്ട് കൊടുക്കണമെന്നാ അയാള് പറഞ്ഞേക്കുന്നു എന്ന് ബേബിച്ചേട്ടൻ പറയേ. അഡ്വാൻസ് ആയിട്ടോ എന്ന് വിനീതും. എടാ, അതല്ലേ ഞാൻ നിന്നോട് 10,000 രൂപ എടുത്തു വെക്കാൻ പറഞ്ഞത് എന്ന് ബേബിച്ചേട്ടൻ പറയേ. അതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് വിനീതും. ഞാനൊരു ചായ കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് സലിമിക്ക് അവിടുന്ന് പോവുകയാണ്. അവൻ പോണെങ്കിൽ പോട്ടെന്നേ, നീ ആ കാശ് ഇങ്ങ് തന്നെ, ഞാനത് ചെന്നേ അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വരാം എന്ന് ബേബിച്ചേട്ടൻ പറയേ. വിനീത് ആ കാശെടുത്ത് ബേബിച്ചേട്ടന്റെ കയ്യിലേക്ക് കൊടുക്കുക. പിന്നെ നാളെ ചെല്ലുമെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ എന്ന് വിനീത് ചോദിക്കും. പിന്നെ അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് ബേബിച്ചേട്ടൻ. സലിമിക്ക പടി ഇറങ്ങി താഴോട്ടെത്തുമ്പോഴേക്കും നിവിൻ തന്റെ ബൈക്കിൽ അങ്ങോട്ട് വരുന്നുണ്ട്. അവനെ കണ്ട് സലിമിക്കയും, കല്യാണ ചെറുക്കൻ എന്താ ഇതുവഴി എന്ന് ചോദിക്കുക. വിനീതില്ലേ സലിമിക്ക എന്ന് നിവിൻ ചോദിക്കുന്നുണ്ട്. ഉണ്ട്, അതുകൊണ്ട് തന്നെ നീ ഇപ്പോ മുകളിലേക്ക് പോവണ്ടെന്ന് സലിമിക്കയും. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് വിനീത് എന്നോട് പറഞ്ഞിട്ടില്ല, എന്നാലും കുറച്ചൊക്കെ ഊഹിക്കാനുള്ള ബുദ്ധി എനിക്കുണ്ട്. നീ ചെയ്ത ചതി വിനീതിനെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നതല്ല. നിങ്ങളുടെ ന്യൂജൻ പിള്ളേരുടെ ബുദ്ധിയൊന്നുമില്ലാത്ത ഒരു പാവ നാട്ടുംപുറത്തുകാരനാ അവൻ എന്ന് സലിമിക്ക പറയേ. സലീമിക്ക, ഇക്കയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, ഞാൻ വിനീതിനെ കണ്ടൊന്ന് സംസാരിക്കട്ടെ എന്ന് നിവിൻ പറയുക. എനിക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ അത്രയും കൂടി മനസ്സിലാവില്ല വിനീതിന്. അരവിന്ദേട്ടന്റെ മക്കൾക്ക് വേണ്ടി മരിക്കാനും തയ്യാറാണ് അവൻ. നിന്റെ പേര് കേൾക്കുമ്പോഴേ അവന് ദേഷ്യം വരും, അതുകൊണ്ടാ പറഞ്ഞത് ഇപ്പൊ ആവശ്യമില്ലാത്ത പണിക്ക് പോവണ്ടാന്ന്. നാളെ നിന്റെ കല്യാണമല്ലേ, അതുപോലെ അവരും ഇവിടുന്ന് പോവാ നാളെ. കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ 2 കൂട്ടർക്കും പിരിയാം എന്ന് സലീമിക്ക പറയുന്നത് കേൾക്കെ അമ്പരപ്പോടെ, അല്ല ആര് പോകുന്നെന്ന് എന്ന് നിവിനും ചോദിക്കും. അരവിന്ദേട്ടന്റെ കുടുംബം മുഴുവൻ. നിളയുടെ ചികിത്സ തിരുവനന്തപുരത്തല്ലേ, അവരെല്ലാരും കൂടി അങ്ങോട്ട് താമസം മാറ്റാ, ഇനി ഇങ്ങോട്ട് തിരിച്ചുണ്ടാവില്ലെന്നാ പറയുന്നത്. തിരുവനന്തപുരത്തെ വീടിന് വിനീത് അഡ്വാൻസും കൊടുത്തു എന്ന് സലീമിക്ക പറയുന്നത് കേൾക്കെ ആകെ ഷോക്കായി നിൽക്കുകയാ നിവിനും. സ്നേഹതീരത്തിൽ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യുകയാണ് ശാരദയും കാവേരിയും യമുനയും എല്ലാം. എന്നെയെങ്കിലും ഇവിടെ വിട്ടിട്ട് പോയിക്കൂടെ അമ്മേ എന്ന് യമുന ചോദിക്കുക. അതിന് നീ ഇവിടെ എവിടെ നിൽക്കുമെന്ന് ശാരദയും ചോദിക്കുക. ഹോസ്റ്റലിലെന്ന് അവൾ പറയേ. നീ വീട്ടിൽ നിന്ന് പോയി വന്നോണ്ടിരുന്ന സമയത്താ ജയപാലിന്റെ മോന്റെ സംഭവം, ഇനി ഹോസ്റ്റലിലും കൂടി നിന്നാലുള്ള അവസ്ഥ പറയണ്ടല്ലോ എന്ന് ശാരദയും ചോദിക്കുക. അതുകൊണ്ട് കാവേരിയും, എന്താടി നിനക്ക് ഇവിടം വിട്ട് പോരാനൊരു ബുദ്ധിമുട്ട് എന്ന് സംശയത്തോടെ ചോദിക്കേ. ചേച്ചി, എന്റെ കോളേജ് ഫ്രണ്ട്സ് അതൊക്കെ ഞാൻ മിസ് ചെയ്യില്ലേ എന്ന് യമുന പറയുന്നുണ്ട്. വിശാലിന്റെ സംഭവം ഉണ്ടായതിനു ശേഷം കോളേജിലേക്കൊന്നും പോകണ്ട, ഫ്രണ്ട്സിനെയൊന്നും കാണണ്ട എന്നല്ല നീ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇപ്പൊ എന്ത് പറ്റിയെന്ന് കാവേരിയും ചോദിക്കുന്നുണ്ട്. യമുനയും ഒരു പുഞ്ചിരിയോടെ മനസ്സിലോർക്കുക. നിവിനേട്ടൻ ഇപ്പോഴല്ലേ എന്റെ ജീവിതത്തിലേക്ക് വന്നത്, നിവിനേട്ടനെ ഇവിടെ വിട്ടിട്ട് പോവാന്ന് പറഞ്ഞാ പ്രാണം പറിച്ചു വെച്ച് പോകുന്നത് പോലെയാ, അതെങ്ങനെയാ നിങ്ങളോടൊക്കെ പറയാ എന്നോർത്തവൾ ആലോചനയോടെ ഇരിപ്പാ. അപ്പോഴേക്കും അച്ഛമ്മയും അങ്ങോട്ട് വന്ന് എന്റെ തുണിയൊക്കെ ഞാൻ മടക്കി വെച്ചിട്ടുണ്ട്, ഒരു പെട്ടി തന്നാ ഞാൻ അതിനകത്ത് എടുത്തു വെച്ചോളാം എന്ന് പറയേ. വാ ഇരിക്കച്ചമ്മ എന്ന് പറഞ്ഞ് ഒരു ചെയറിൽ വെച്ച് ആ പെട്ടിയെടുത്ത് മാറ്റി വെച്ച് കൊടുക്കുക കാവേരി. അച്ഛമ്മ അങ്ങോട്ട് ഇരിക്കാൻ തുടങ്ങുമ്പോഴേക്കും അച്ഛമ്മയുടെ ഡ്രസ്സൊക്കെ ഞങ്ങൾ എടുത്തു വെച്ചോളാം എന്ന് കാവേരിയും പറയുന്നുണ്ട്. ശാരദയും പറയുക, ഇവിടുന്ന് പോവാൻ ഏറ്റവും വിഷമം അമ്മയ്ക്കായിരിക്കുമെന്നാ ഞാൻ കരുതിയത്, ഇപ്പൊ അമ്മയ്ക്കാണല്ലോ ഉത്സാഹം കൂടുതലെന്ന് രാധമ്മയും പറയുന്നുണ്ട്. പറഞ്ഞില്ലേടി, അരവിന്ദൻ പോയ പിന്നെ ഈ നാടും വീടുമൊക്കെ വെറുത്തു പോയി ഞാൻ, ഇപ്പൊ എങ്ങോട്ടെങ്കിലും രക്ഷപ്പെട്ടു പോയാൽ മതിയെന്നേ ഉള്ളൂ. അപ്പോഴാണ് നിളയെയും കൂട്ടി ഗംഗ അങ്ങോട്ട് വരുന്നത്. ഞങ്ങളുടെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞു കേട്ടോ എന്ന് നിള സന്തോഷത്തോടെ പറയേ. വിനീതിന് വിഷമാ അല്ലേടി എന്ന് അച്ഛമ്മ ഗംഗയോടായി ചോദിക്കുന്നുണ്ട്. അതുകൾക്ക് യമുനയും പറയുക, വിനീതേട്ടന് മാത്രമേ ഇത്തിരി മനസാക്ഷിയും മനുഷ്യപ്പറ്റും ഒക്കെ ഉള്ളെന്നാ എനിക്ക് തോന്നുന്നത്. നമ്മൾ ജനിച്ചു വളർന്ന നാടല്ലേ ഇത്, ഒരു രാത്രി കൊണ്ട് ഇവിടുത്തെ സ്നേഹബന്ധങ്ങളും കടപ്പാടുകളും ഒക്കെ മറന്ന് മറ്റൊരു നാട്ടിലേക്ക് പോവാൻ നിങ്ങൾക്കൊക്കെ എങ്ങനെ മനസ്സ് വന്നു? നിങ്ങളുടെയൊക്കെ മുഖം കണ്ടാലേ സിനിമയ്ക്ക് പോവാന്ന് തോന്നുന്നല്ലോ. ഗംഗേച്ചിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. കല്യാണം വന്നപ്പോ പുഷ്പവാടിക്ക് പുറത്തുള്ള ഒരാളെ വേണമെന്ന് പറഞ്ഞ ആളല്ലേ. അതുകൾക്ക് ശാരദയും പറയുക, 4-5 വർഷം കൂടുമ്പോഴൊക്കെ നിങ്ങളുടെ അച്ഛൻ ഗൾഫിൽ നിന്ന് വന്നിരുന്നുള്ളൂ. മിക്കവാറും വരവിന്റെ വിവരം നേരത്തെ അറിയിച്ചിരിക്കും. 2-3 തവണ അറിയിക്കാതെയും വന്നിട്ടുണ്ട്. അന്ന് വീടിന്റെ വാതിൽക്കൽ വന്നു നിന്ന് ശാരദയെന്ന് നീട്ടി വിളിക്കും. വിളി കേട്ട് ഞാൻ ഓടിച്ചെല്ലുമ്പോ
പെട്ടിയും പിടിച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കും അരവിന്ദേട്ടൻ. മരുഭൂമിയിലെ മഴ പെയ്യുന്നത് പോലെ ഒരു അനുഭവം അത്. പിന്നെ 1-2 മാസം അരവിന്ദേട്ടന്റെ ലീവ് തീരുന്നത് വരെ ഒരു കിലുക്കാൻ പെട്ടി പോലെയാ ഈ വീട്. ചിരിയും കളിയും പാട്ടും ബഹളവും ഒക്കെ ആയിട്ട് രാത്രിയെന്നോ പകലെന്നോ ഇല്ലപ്പോ. സ്പീക്കറൊക്കെ വെച്ചുള്ള ആഘോഷം കണ്ടിട്ട് ഇവിടെന്തോ ഉത്സവം നടക്കുകയാണെന്ന് തെറ്റിദ്ധരിച്ചു പോയവരും ഉണ്ട്. അരവിന്ദേട്ടാ, എന്തൊരു ബഹളം ഇത്! ചെവിക്കരണം പൊട്ടി പോകുന്ന പോലെ ഉണ്ടെന്ന് ഞാൻ ഇടയ്ക്ക് പരാതി പറയും. അച്ഛനും മക്കളും ഒക്കെ അപ്പൊ കേൾക്കാറുണ്ടോ? ആ പരാതിയും പരിഭവവും ഒക്കെ ഒരു ദിവസം കൊണ്ട് അങ്ങ് അവസാനിക്കും. അരവിന്ദേട്ടൻ ഗൾഫിലേക്ക് തിരിച്ചു പോകുന്ന ദിവസം പിന്നൊരു മരണവീട് പോലെ ഇത്. എല്ലാവരുടെയും മുഖത്ത് സങ്കടവും. പിന്നെ ആർക്കും ആരോടും മിണ്ടാനോ ചിരിക്കാനോ ഒന്നും ഇഷ്ടമല്ല. ഭക്ഷണം പേരിന് കഴിച്ചെങ്കിലായി. ഞാൻ എങ്ങോട്ട് തിരിഞ്ഞാലും എന്റെ മുന്നിൽ വരുന്നത് അരവിന്ദേട്ടന്റെ മുഖമാണ്. അരവിന്ദേട്ടൻ ആ പുറത്തെ സ്റ്റെപ്പിന്റെ അവിടെ ഇരുന്ന് കാപ്പി കുടിച്ചത്, അടുക്കളയിൽ പുതിയ പാചകം പരീക്ഷിച്ചത്, നിളയെയും കൊണ്ട് അരുവിയിൽ കുളിക്കാൻ പോയത്, അങ്ങനെ ഓരോരോ ഓർമ്മകള്. ഈ ഓർമ്മകളുമായി തപസ്സിരിക്കുന്നത് അരവിന്ദേട്ടന്റെ അടുത്ത വരവിനുള്ള കാത്തിരിപ്പിന് വേണ്ടി. നൊമ്പരവും സുഖവും ഒക്കെയുള്ളൊരു കാത്തിരിപ്പ്. ഇത്തവണ നമ്മളോട് ആരോടും യാത്ര പറയാതെയാ അരവിന്ദേട്ടൻ പോയത്. എനിക്കിപ്പോഴും ഈ വീടിന്റെ ഏതു കോണിൽ നോക്കിയാലും ഞാൻ കാണുന്നത് അരവിന്ദേട്ടന്റെ മുഖം തന്നെയാ. പക്ഷേ ഇനി കാത്തിരിക്കേണ്ട, അരവിന്ദേട്ടൻ മടങ്ങി വരില്ലെന്ന് എനിക്കറിയാം. ഈ വീട്ടിൽ നിൽക്കുന്ന ഓരോ നിമിഷവും ആ തിരിച്ചറിവ് എന്നെ കുത്തി നോവിച്ചുകൊണ്ടിരിക്കുക. ഇനി എത്ര കാലമാണെങ്കിലും അത്ര കാലം അത് തുടരുകയും ചെയ്യും. ഈ വീട്ടിൽ ഞാൻ ജീവിച്ചിരുന്നതും കാത്തിരുന്നതുമെല്ലാം അരവിന്ദേട്ടന് വേണ്ടിയാ. അരവിന്ദേട്ടൻ മടങ്ങി വരാത്ത ആ വീട് നമ്മുടെ വീടല്ല മക്കളെ. നമുക്ക് പോയേക്കാം എന്ന് സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് ശാരദ പറഞ്ഞു നിർത്തുമ്പോഴേക്കും നിള ഓടി വന്ന് അമ്മയെ കെട്ടിപ്പിടിക്കുകയും ശാരദയും അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട്. വീട്ടിലെത്തിയ നിവിനും ടെൻഷനോടെ സെലിമിക്ക് പറഞ്ഞ കാര്യങ്ങൾ ഓർത്തെടുക്കുക. നാളെ നിന്റെ കല്യാണമല്ലേ, അതുപോലെ അവരും ഇവിടുന്ന് പോവുകയാണ്. നിളയുടെ ചികിത്സ തിരുവനന്തപുരത്തല്ലേ, അവരെല്ലാവരും കൂടി അങ്ങോട്ട് താമസം മാറ്റാം. ഇനി ഇങ്ങോട്ട് തിരിച്ചുണ്ടാവില്ലെന്നാ പറയുന്നത് എന്നൊക്കെ സെലിമയൊക്കെ പറഞ്ഞതോർക്ക് അവനും മനസ്സിൽ പറയുന്നുണ്ട്, നിവിൻ, ഇത് നിന്റെ ലാസ്റ്റ് ചാൻസ്. ഈ അവസരം നഷ്ടപ്പെടുത്തിയാൽ ഇനി ഒരിക്കലും നിനക്ക് കാവേരിയോട് നിന്റെ പ്രണയം തുറന്നു പറയാൻ പറ്റില്ല. നാളെ കാവേരി ഇവിടം വിട്ട് മറ്റൊരിടത്തേക്ക് പോവുക. ഇപ്പൊ ഒരു ധൈര്യം കാട്ടിയില്ലെങ്കിൽ ഇതുവരെ നീ ജീവിതത്തിൽ ആഗ്രഹിച്ചത് നിനക്ക് നഷ്ടാവും. കാവേരി ഇല്ലാതെ ഇനി നിനക്കൊരു ജീവിതം സങ്കല്പിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. നീ തകർന്നു പോവും. എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ ചെയ്യണം നീ, ഇല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ അതാലോചിച്ച് പശ്ചാത്തപിക്കേണ്ടി വരും നിനക്ക് എന്നൊക്കെ മനസ്സിൽ ഉറച്ച തീരുമാനമെടുത്ത് അവൻ കാവേരിയെ വിളിക്കുകയോ. കാവേരി കോളെടുത്ത് എന്താ നിവിൻ എന്ന് ചോദിക്കേ, അത് കാവേരിയും ഫാമിലിയും ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് പോവാണെന്ന് കേട്ടു എന്നവൻ ചോദിക്കേ. നാളെ എന്ന് കാവേരി. അതിനു മുമ്പേ എനിക്ക് കാവേരി ഒന്ന് കാണണമായിരുന്നു എന്ന് നിവിൻ പറയേ. ഇവിടെ കുറച്ച് പാക്കിങ്ങും മറ്റുമുണ്ട് നിവിൻ, മിക്കവാറും തിരികെ ഇങ്ങോട്ടില്ലെന്നാ എന്ന് കാവേരിയും പറയുന്നുണ്ട്. പ്ലീസ് കാവേരി, എനിക്ക് അതിനു മുന്നേ തന്നെ ഒന്ന് കാണണം. ഞാൻ വീട്ടിലേക്ക് വന്നാൽ ശരിയാവത്തോണ്ട എന്നവൻ യാചിക്കുന്നതുകൾക്ക് നിവിൻ എന്റെ അടുത്ത് ഇങ്ങനെ ബെഗ് ചെയ്യേണ്ട കാര്യമുണ്ട്. നമുക്ക് കാണാം, പക്ഷേ എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ എന്ന് കാവേരി പറയേ. കാവേരി ഇപ്പൊ ഫ്രീ ആണോ എന്ന് നിവിൻ ചോദിക്കും. ഫ്രീ ആവാം എന്നവൾ പറയേ. എങ്കിൽ കറുപ്പുസ്വാമി കോവിലിന്റെ അടുത്തേക്ക് വന്നാൽ ഞാനിപ്പോ ഇറങ്ങാമെന്ന് നിവിൻ പറയേ. ശരി വരാമെന്ന് പറഞ്ഞ് കാവേരിയും കോൾ വെക്കൂ. കാവേരിയോട് എല്ലാം തുറന്നു പറയാമെന്ന ആശ്വാസത്തോടെ നിൽക്കുന്ന നിവിനെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. കാവേരിയോട് നിവിൻ തന്റെ ഇഷ്ടം തുറന്നു പറയുന്നതാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.